ചതുർബാഹുവായ ഭഗവാൻ വിഷ്ണുവിനെ നവനീത കൃഷ്ണൻ എന്ന സങ്കല്പത്തിലാണ് ഇവിടെ പൂജിക്കുന്നത്. അവതാര പുരുഷനായ ശ്രീകൃഷ്ണന്റെ യൗവനയുക്തമായ ഭാവമാണ് നവനീത കൃഷ്ണനിൽ പ്രതിബിംബിക്കുന്നത്. മംഗളകാരിയായ അവതാര രൂപമായതിനാൽ നവനീത കൃഷ്ണൻ കല്യാണ സ്വരൂപനായും ഭജിക്കപ്പെടുന്നു. 5.5 അടിയുള്ള വൈഷ്ണവമൂർത്തിയുടെ പ്രതിഷ്ഠ ചതുർബാഹുക രൂപം കൈക്കൊണ്ടിരിക്കുന്നു. ചതുർബാഹുക്കളിൽ ശംഖുചക്ര ഗദാ പത്മങ്ങളുമുണ്ട്. വിഷ്ണുവിന്റെ കൈകളിലുള്ള ശംഖ് അനന്തതയുടെ പ്രതീകമാണ്. ചക്രമാകട്ടെ ബ്രഹ്മണാത്മകമായ കാലത്തിന്റെയും ഗദ അനീതിയെ അമർച്ച ചെയ്യുന്ന ശക്തിയുടെയും ചിഹ്നമാണ്. വിഷ്ണുവിൽ കരഗതമായിരിക്കുന്ന പത്മം ഐശ്വര്യഫലസിദ്ധിയാണ്. പ്രാർത്ഥനാനിരതരായി ഭക്തരുടെ മനസ്സിൽ അന്തര്യാമിയായി വർത്തിക്കുന്ന വിഷ്ണു സ്വരൂപം 1000 ആദിത്യന്റെ ശോഭയോടുകൂടി കൈകളിൽ ശംഖുചക്ര ഗദാപത്മങ്ങളെ ധരിച്ചുകൊണ്ട് കിരീടവും മകുടവും കുണ്ടലവും ആഭരണങ്ങളും അണിഞ്ഞ് വനമാലയും ശ്രീവത്സവും മാറിൽ വഹിച്ചു വിളങ്ങുന്ന മഹനീയ ദർശന പുണ്യമാണ്. അനന്തവിശാലമായ ആകാശത്തേക്ക് തുറക്കുന്ന വിശാലമായ പ്രകാരപ്രകൃതിയാണ് തൃക്കുലശേഖരപുരം ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നാലമ്പലത്തിന് നടുവിൽ ദീർഘചതുര ശ്രീകോവിൽ ഉയർന്ന ഒരു ദേവപീഠം പോലെ കാണപ്പെടുന്നു. നടുമുറ്റത്തേക്കാൾ വളരെ ഉയർന്നതാണ് ശ്രീകോവിലിന്റെ അടിസ്ഥാന ശിലകൾ. കേരളീയമായ ക്ഷേത്രവാസ്തു ശൈലിയും തമിഴകത്തിന്റെ നിർമ്മാണ പ്രത്യേകതകളും സമ്മേളിക്കുന്ന ക്ഷേത്രമാണിത്. കുലശേഖരാൾവാർ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി തമിഴകത്തു നിന്നും ശില്പികളെ കൊണ്ടുവന്നിരുന്നു. പ്രധാന ശ്രീകോവിലിന്റെ മുന്നിലായി വിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വിഷ്ണു ശ്രീകോവിലിന്റെ തറയുടെ ഉയരം ഗരുഡന്റെ ശ്രീകോവിലിനുമുണ്ട്. ഇവിടെ ഗരുഡൻ സദാ ദർശിച്ചുകൊണ്ടിരിക്കുന്നതും തന്റെ യജമാനനായ മഹാവിഷ്ണുവിനെ തന്നെയാണ്. വിഷ്ണു ശ്രീകോവിലിന് പിന്നിലായി അനന്തന്റെ ശ്രീകോവിൽ കാണാം. പാലാഴിയിൽ അനന്തനെ തൽപ്പമാക്കി സ്ഥിതികാരകനായ വിഷ്ണു ശയിക്കുന്നു എന്ന് സങ്കല്പം. യോഗശാസ്ത്രപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുള്ള സഹസ്രാരം മുതൽ മൂലാധാരം വരെയുള്ള സ്ഥാനങ്ങളിൽ ചുരുണ്ടു കിടക്കുന്ന കുണ്ടലിനി ശക്തിയാണ് സാക്ഷാൽ അനന്തൻ. അനന്തൻ അനന്തതയുടെ സ്വരൂപമാണ്. അനന്തനെ ശയ്യയാക്കി വിഷ്ണു പരമാത്മാവ് ഈ പ്രപഞ്ചത്തിൽ വിരാജിക്കുന്നു. അതുപോലെ തന്നെ അനന്തമായ ഈ വിഹായസിന് താഴെ ഒരുക്കിയ ശ്രീകോവിലിൽ വിഷ്ണു സത്ത വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. സർവവിഘ്നഹരനായ ഗണപതി ഭഗവാനും പതിവ് തെറ്റാതെ ഇവിടുത്തെ കന്നിമൂലയിൽ സന്നിഹിതനാണ്. ശ്രീകോവിലിനോട് ചേർന്ന് കന്നിമൂലയിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് മേൽക്കൂരയില്ലാതെ 4 ചുവരുകൾക്കുള്ളിൽ ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒരു ശിലയിൽ ശ്രീരാമദൂതനായി ആകാശത്തുകൂടി പറക്കുന്ന ഹനുമാന്റെ രൂപം ഇവിടെ കൊത്തിവച്ചിരിക്കുന്നു. വാതിൽ കാപ്പവർ എന്നാണ് ഈ ഹനുമൽ പ്രതിഷ്ഠയ്ക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മാത്രമല്ല ഈ ദേശത്തിന്റെ തന്നെ രക്ഷകനാണ് വാതിൽ കാപ്പവർ. വാതിൽ കാപ്പവരുടെ സങ്കല്പത്തിൽ ഒരു വാൾ കൃഷ്ണശ്രീകോവിലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മണ്ഡലകാലത്തിന്റെ 41 ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം ഈ വാൾ ശ്രീകോവിലിൽ നിന്നെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്നു. നൈവേദ്യ സമർപ്പണവും പ്രദക്ഷിണവും ഉൾപ്പെടെയുള്ള പൂജയ്ക്ക് ശേഷം വാൾ തിരികെ കൃഷ്ണശ്രീകോവിലിൽ കൊണ്ടുവയ്ക്കുന്നു. കൊടുങ്ങല്ലൂർ കോവിലകത്തെ അംഗങ്ങളെ മൂപ്പിൽ കാരണവരാക്കുന്ന അരിയിട്ട് വാഴ്ചയെന്ന ചടങ്ങ് നടക്കുന്നതും വാതിൽ കാപ്പവരുടെ നടയിൽ വെച്ചാണ്. ഈ ചടങ്ങ് ഇന്നും നടന്നുവരുന്നു. കൊടുങ്ങല്ലൂർ കോവിലകത്തിന്റെ പരദേവത വാഴുന്ന സ്ഥലമാണ് തൃക്കുലശേഖരപുരം ക്ഷേത്രം. അവിടെയുള്ള ഹനുമൽ ശ്രീകോവിലിൽ രാജകുടുംബാംഗങ്ങൾ അരിയിട്ട് വാഴ്ച നടത്തുന്നത് ഹനുമൽ സ്വാമി ദേശത്തിന്റെ രക്ഷകനായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് മണ്ഡലകാലത്ത് ഹനുമൽ സ്വാമിയുടെ അധികാര ചിഹ്നമായ പള്ളിവാൾ പൂജിക്കപ്പെടുന്നത്. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ ആദ്യം ഹനുമൽ സ്വാമിയെ തൊഴുതതിനു ശേഷം ശ്രീകൃഷ്ണസ്വാമിയെ തൊഴണം എന്നാണ് ഇവിടുത്തെ നിയമം. ദ്വാദശൈതാനി നാമാനി കപീന്ദ്രസ്യ മഹാത്മന തസ്യ മൃത്യുർഭയം നാസ്തി സർവത്ര വിജയീ ഭവേത് സ്വാപകാലേ പ്രബോധേ ച യാത്രാകാലേ ജയത് പഠേത് തസ്യ സർവം. നാലമ്പലത്തിനുള്ളിലെ പ്രദക്ഷിണ വഴിയുടെ തെക്ക് ഭാഗത്ത് മഹാദേവന്റെ ശ്രീകോവിലുണ്ട്. ബൃഹത്തായ ഒരു ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിഷ്ണുവിന്റെയും ശിവന്റെയും ചൈതന്യം ഒരുമിച്ച് ദർശിക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശിവത്രികോവിലിന് പിന്നിലായി വൈഷ്ണവാംശമായ മോഹിനിയുടെ ചതുർബാഹ പ്രതിഷ്ഠ
പ്രത്യേകമായൊരു ശ്രീകോവിലിൽ സ്ഥാപിച്ചിരിക്കുന്നു. അമൃത് അപഹരിക്കുവാനെത്തിയ ദേവന്മാരെ കബളിപ്പിച്ച മോഹിനിയും അയ്യപ്പന്റെ മാതൃസ്ഥാനിയായ മോഹിനിയും ഇവിടത്തെ തത്വത്തിൽ ഒന്നാണ്. രണ്ടും വിഷ്ണുവിന്റെ അവതാരങ്ങൾ തന്നെ. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ശിവനും വിഷ്ണുവും ഭാര്യാഭർത്തൃഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. മഹിഷിയെ നിഗ്രഹിക്കുവാൻ ജനിച്ച അയ്യപ്പന്റെ പിതാവ് ശിവനും മാതാവ് വിഷ്ണുവുമായിരുന്നുവല്ലോ. തൃക്കുലശേഖരപുരം ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകളിൽ കാണുന്ന മറ്റൊരു അപൂർവത ശ്രീകൃഷ്ണ പിതാക്കന്മാരുടെ സമ്യക്കായ സമ്മേളനമാണ്. വസുദേവർ ശ്രീകൃഷ്ണന് ജന്മം നൽകിയ പിതാവാണെങ്കിൽ നന്ദഗോപർ ശ്രീകൃഷ്ണന്റെ വളർത്തച്ഛനാണ്. അവതാരരൂപനായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ആദരിച്ച ആ രണ്ട് പിതാക്കന്മാരും പരസ്പര ആഭിമുഖ്യത്തോടെ സന്നിഹിതരായിരിക്കുന്നത് ശ്രേയസ്കരം തന്നെ. പ്രദക്ഷിണ വഴിയിൽ വടക്ക് ഭാഗത്ത് പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിൽ കാണാം. കുരുവംശത്തിന്റെ കുലമൊടുക്കുവാൻ യുദ്ധത്തിനിറങ്ങിയ അർജുനന് ഭഗവാൻ തേരാളിയായത് കേവലം ആയോധന താൽപര്യം കൊണ്ടല്ല, മറിച്ച് ആത്മദർശനത്തിന്റെ അറിവ് പകരുവാനുള്ള ഇഷ്ടം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സർവനാശകരമായ യുദ്ധകളത്തിൽ വെച്ച് തന്നെ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകുന്നത്. കലഹത്തിന്റെ വഴിയിലെ തെളിനീരായി ഒഴുകുന്ന ഭഗവത്ഗീതാമൃതം ഉപദേശിക്കുന്ന പാർത്ഥന്റെ സാരഥയുടെ വിഗ്രഹം ഈ ശ്രീകോവിലിൽ സമുചിതമായി സ്ഥാപിച്ചിരിക്കുന്നു. ശ്രീകോവിലിന്റെ വടക്ക് ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള മറ്റൊരു ഉപക്ഷേത്രം ചതുർബാഹുവായ ഗോവർദ്ധനന്റേതാണ്. കൃഷ്ണൻ തനിക്കുള്ള പൂജകൾ മുടക്കിയതിൽ കുപിതനായ ഇന്ദ്രൻ മഴ പെയ്യിച്ച് ഗോകുലം നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ഗോവർദ്ധന പർവ്വതത്തെ തന്റെ കൈയിൽ ഉയർത്തി ആ മഴയെ തടുത്ത ശ്രീകൃഷ്ണന്റെ ഭാവമാണ് ഗോവർദ്ധനനുള്ളത്. യാദവകുലം കാക്കുന്ന തമ്പുരാനായ ശ്രീകൃഷ്ണന്റെ രാജത്വമാണ് ഗോവർദ്ധനന്റെ പ്രത്യേകത. കൃഷ്ണ ശ്രീകോവിലിന് മുൻപിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് മഹാലക്ഷ്മി പ്രതിഷ്ഠയുണ്ട്. പാൽക്കടലിൽ പള്ളികൊള്ളുന്ന വിഷ്ണുവിന്റെ ശിരസ് ലക്ഷ്മി ദേവിയുടെ മടിയിലാണെന്നാണ് സങ്കല്പം. സർവൈശ്വര്യദായികയായ ലക്ഷ്മിയുടെ മടിത്തട്ടുപോലെ ശോഭിക്കുന്ന ഈ ശ്രീകോവിൽ നാടിന്റെ സമ്പൽ സമൃദ്ധിക്ക് നിദാനമായി തീർന്നിരിക്കുന്നു. ദേശത്തിന്റെ അതിദേവനായി വാഴുന്ന തൃക്കുലശേഖരപുരത്തപ്പന് നിത്യവും 4 പൂജയും 3 ശീവേലിയും പതിവാണ്. താമരശ്ശേരി മേക്കാട് കുടുംബത്തിനാണ് ക്ഷേത്രത്തിന്റെ തന്ത്രാധികാരം.